സൈഡ് ആം എന്നുള്ള എക്യുപ്മെൻറ്റ് നമ്മൾ എന്താണ് അതിൻ്റെ യൂസ്, ക്രിക്കറ്റിൽ എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുമോ. ഫാസ്റ്റ് ബോളേഴ്സിനെ ക്ലോൺ ചെയ്ത് നമ്മുടെ പ്രാക്ടീസ് സെഷൻസിൽ ഫീഡ് ചെയ്ത് കൊടുക്കും. അതാണ് മെയിനായിട്ട് നമ്മുടെ സൈഡ് ആം ത്രോ ഡൗൺസിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഒരു റോൾ എന്ന് പറയുന്ന സംഭവം. നമ്മൾ കളിക്കാൻ പോകുന്ന ഓപ്പോസിഷൻ ടീമിൻ്റെ ബോളേഴ്സിനെ ആ ബോളിംഗ് സ്റ്റൈല് നമ്മൾ ക്ലോൺ ചെയ്തിട്ട് നമ്മുടെ പ്രാക്ടീസ് സെഷൻസിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർക്ക് ഫീഡ് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യുന്നതാണ് സൈഡ് ആം ത്രോ ഡൗൺസ് എന്ന് പറയുന്നത്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്ര ആക്യുറസിയോടെ എറിയാൻ പറ്റണോ അവനാണ് ബെസ്റ്റ് സൈഡ് ആം വരുന്നത്. അവർക്കാണ് സെലക്ഷൻ കിട്ടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഐ പി എൽ എറിയുക, ഞാൻ എറിയാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ മാക്സ്വെല്ലോ ആരെങ്കിലും വന്നിട്ട് അപ്പോൾ അവർ വന്ന് ജസ്റ്റ് ഫസ്റ്റ് ബോൾ ഗാർഡ് എടുത്തിട്ട് പറയണേ എനിക്ക് ഈ ബോൾ യോർക്കർ വേണമെന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യാൻ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് പറയാം എനിക്ക് ഈ ബോൾ യോർക്കർ വേണം, അതുകൊണ്ട് നമ്മളവിടെ യോർക്കർ ഡെലിവറി ചെയ്യണം. ഓക്കെ, ആ പറയുന്ന ബോൾ നമ്മളവിടെ മാർജിൻ ഓഫ് എറർ കുറച്ചിട്ട് യോർക്കർ വേണം. യോർക്കറോ ലോ ഫുൾ ടോസോ മാക്സ് ടു മാക്സ് ജസ്റ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർപ്പിച്ചോ അത്ര ഒരു ഏരിയയിലെങ്കിലും മിനിമം നമ്മൾ ഡെലിവറി ചെയ്യണം എന്നുള്ളൊരു ആക്യുറസി നമുക്ക് വേണം. ഓക്കെ, അതിലാണ് ഒരു നല്ല സക്സസ്ഫുള്ളായിട്ട് ഒരു സൈഡ് ആമർ ഉണ്ടാവുന്നത്. അവർ ചോദിക്കുന്ന സാധനം നമ്മൾ പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യണം. ഇപ്പോൾ ഏത് ലീഗിലാണെങ്കിൽ നമ്മളിപ്പോൾ ആരോട് കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അത് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ ഹയർ ലെവലിൽ പോകുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും.